നാലാമത് കേരള നിയമസഭാ പുസ്തകോത്സവത്തിന് തിരിതെളിഞ്ഞു. 7 മുതൽ 13 വരെ നടക്കുന്ന നിയമസഭാ പുസ്തകോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ചടങ്ങിൽ രാഷ്ട്രീയ, സാഹിത്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. വെനസ്വേലയിലെ അമേരിക്കൻ അധിനിവേശത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലോകം നേരിടുന്ന ഭീഷണികളെ വായനയിലേക്ക് എത്തിച്ചതിന്റെ ചർച്ചയിൽ കൊണ്ടുവരണമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2025 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാര ജേതാവ് ബാനു മുസ്താഖ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. തലസ്ഥാന നഗരി അക്ഷരലോകത്തേക്ക് മിഴി തുറന്നു. ഇന്നു മുതൽ തുടങ്ങുന്ന കേരള നിയമസഭാ പുസ്തകോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ലോകം നേരിടുന്ന ഭീഷണികൾ വായനാ ലോകത്തിന്റെ ചർച്ചയിൽ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ, രണ്ടുപേരെയും അവരുടെ രാജ്യത്ത് കടന്നു കയറി മറ്റൊരു രാജ്യത്തിൻ്റെ സായുധ സംഘം തട്ടിക്കൊണ്ടുപോകുന്നു. ആധുനിക ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ധിക്കാരവും ധാർഷ്ട്യവുമാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്തെയാകെ വെല്ലുവിളിക്കും വിധത്തിൽ പ്രകടിപ്പിച്ചത്. കേരള നിയമസഭയുടെ 4ാമത് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം NS മാധവന് മുഖ്യമന്ത്രി സമ്മാനിച്ചു. KV സുധാകരൻ രചിച്ച VS സമരചരിത്രം ഇതിഹാസം, KT ജലീൽ രചിച്ച അമേരിക്ക ടു മക്ക, പവിത്രം പത്മനാഭം എന്നീ 3 പുസ്തകങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സ്പീക്കർ AN ഷംസീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ക്രിസ്റ്റഫർ K. കലീല മുഖ്യപ്രഭാഷണം നടത്തി. മന്ത്രി K. രാജൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്, ജില്ലാ കളക്ടർ അനുകുമാരി തുടങ്ങി നിരവധി രാഷ്ട്രീയ, സാംസ്കാരിക, സാഹിത്യ മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. 300 സ്റ്റാളുകളിലായി 180 പ്രസാധകരാണ് പുസ്തകോത്സവത്തിന്റെ ഭാഗമാകുന്നത്. പുസ്തക പ്രകാശനങ്ങൾ, പുസ്തക ചർച്ചകൾ, സംവാദങ്ങൾ, എഴുത്തുകാരുമായുള്ള അഭിമുഖ സംഭാഷണങ്ങൾ, പ്രഭാഷണങ്ങൾ തുടങ്ങിയ പരിപാടികളും പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.